2025 ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമുമായി ബന്ധപ്പെട്ട നിർണായക അപ്ഡേറ്റുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. ടൂർണമെന്റിലുള്ള സ്ക്വാഡ് ലിസ്റ്റ് ജനുവരി 12 മുൻപേ ICCക്ക് സമർപ്പിക്കേണ്ട സാഹചര്യത്തിൽ ടൂർണമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന താരങ്ങളുമായി ബന്ധപ്പെട്ട നിർണായക അപ്ഡേറ്റുകളാണ് ഇന്നലെ അവസാനിച്ച സെലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ നിന്നും വന്നിരിക്കുന്നത്. ഇതിനുശേഷം ഇന്ത്യൻ സ്ക്വാഡിന്റെ ഏകദേശമായ ഒരു രൂപം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീം ഇന്ത്യയുടെ ഏറ്റവും സാധ്യതയേറിയ സ്ക്വാഡ് ലിസ്റ്റ് തന്നെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഇതുപോലുള്ള ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. പ്രമുഖ സ്പോർട്സ് വെബ്സൈറ്റുകളായ സ്പോർട്സ് കീട, ക്രിക്ക് ട്രാക്കർ എന്നിവർ നൽകിയിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. സീനിയർ താരങ്ങളെ എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്ത ഒരു സ്ക്വാഡ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ജഡേജ, ജസ്പ്രീത് ബുംറ എന്നിങ്ങനെയുള്ള സീനിയർ താരങ്ങളെല്ലാം ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീം ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. സീനിയർ താരങ്ങളെ മാറ്റി നിർത്തുന്നതിനായി തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് BCCI സെലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ വന്നിരിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫിയിലും ടീം ഇന്ത്യയെ രോഹിത് ശർമ്മ തന്നെയായിരിക്കും നയിക്കുക. മറ്റ് ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരെ പരിഗണിക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, SSC ജയ്സ്വാൾ എന്നിവരായിരിക്കും സ്ക്വാഡിലുണ്ടായിരിക്കുക. മികച്ച പ്രകടനത്തോടുകൂടി ശ്രേയസ് അയ്യർ ഇന്ത്യൻ ടീമിലേക്ക് വീണ്ടും തിരിച്ചെത്തുകയാണ്. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു അപ്ഡേറ്റായി പരിഗണിക്കുന്നത് വൈസ് ക്യാപ്റ്റൻസി റോളുമായി ബന്ധപ്പെട്ടാണ്. ശുഭ്മാൻ ഗില്ലിനും ജസ്പ്രീത് ബുംറയ്ക്കും പകരം ശ്രേയസ് അയ്യരായിരിക്കും ടീം ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻസി റോളിലേക്ക് എത്തുക എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ ക്രിക്ക് ബസ് പറഞ്ഞിരിക്കുന്നത്. ഇനി ടൂർണമെന്റിനുള്ള ടീം ഇന്ത്യയുടെ ഓൾറൗണ്ടർമാരെ പരിഗണിക്കുകയാണെങ്കിൽ ഹർദിക് പാണ്ഡ്യ, ജഡേജ, അക്സർ പട്ടേൽ എന്നിവരെയായിരിക്കും ടീം ഇന്ത്യ പരിഗണിക്കുന്നത്. അതേസമയം വാഷിംഗ്ടൺ സുന്ദറിന്റെ പേര് കൂടി ടീം ഇന്ത്യയുടെ ഓൾറൗണ്ടർമാരുടെ പട്ടികയിലേക്ക് പരിഗണിച്ചിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുമോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യമായി മാറുന്നുണ്ട്. സമീപകാലത്ത് മികച്ച ഫോമിൽ തന്നെയാണ് ഹർദിക് പാണ്ഡ്യ കളിക്കുന്നത്. T20 ലോകകപ്പിലും ശേഷം വന്ന T20 പരമ്പരകളിലും അക്സർ പട്ടേലും മികച്ച പ്രകടനങ്ങളാണ് ടീം ഇന്ത്യക്ക് വേണ്ടി കാഴ്ചവെച്ചത്. അതേപോലെ സീനിയർ താരമായ ജഡേജയെ ടീം ഇന്ത്യക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത സാഹചര്യവുമുണ്ട്. ഇനി വിക്കറ്റ് കീപ്പർമാരുടെ ലിസ്റ്റ് പരിഗണിക്കുകയാണെങ്കിൽ KL രാഹുൽ ആയിരിക്കും പരമ്പരയിൽ ടീം ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പറായി എത്തുക എന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. ഋഷഭ് പന്തിനൊപ്പം തന്നെ മലയാളി താരം സഞ്ജു സാംസന്റെ പേര് കൂടി ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നിരുന്നാലും പ്രധാന വിക്കറ്റ് കീപ്പറായി KL രാഹുലിനെ ടീം ഇന്ത്യ പരിഗണിക്കുമ്പോൾ ബാക്കപ്പ് വിക്കറ്റ് കീപ്പിംഗ് ഓപ്ഷനായി ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ എന്നിവരുടെ പേരുകളാണ് എത്തുന്നത്. ഇനി ബൗളർമാരുടെ ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നിവർക്കൊപ്പം ഇന്ത്യയുടെ ലോകകപ്പ് ഹീറോയായ മുഹമ്മദ് ഷമി ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീം ഇന്ത്യക്കൊപ്പം തിരിച്ചെത്തുന്നു എന്നുള്ള ഏറ്റവും സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത്. സെലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ നിന്നാണ് ഈ ഒരു അപ്ഡേറ്റിന് കൺഫർമേഷൻ വന്നിരിക്കുന്നത്. ഷമിയുടെ ഫിറ്റ്നസ് മാത്രമാണ് നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമെന്നും ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപേ അദ്ദേഹം തന്റെ ഫിറ്റ്നസ് തെളിയിച്ച് ടീമിനൊപ്പം ചേരുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് സെലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ നിന്നും വന്നിരിക്കുന്നത്. അർഷ്ദീപ് സിംഗിനെയും നാലാമതൊരു പേസ് ബോളിംഗ് ഓപ്ഷനായി ടീം ഇന്ത്യ പരിഗണിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, മുഹമ്മദ് ഷമി, അർഷ്ദീപ് സിംഗ് എന്നിവരടങ്ങുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേസ് ബോളിംഗ് ലൈനപ്പ് തന്നെയാണ് ടീം ഇന്ത്യക്ക് വേണ്ടി തയ്യാറാകുന്നത്. ഇവരോടൊപ്പം തന്നെ സ്പിൻ ബോളിംഗ് ഓപ്ഷനായ കുൽദീപ് യാദവിനെ കൂടി ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് ടീം ഇന്ത്യ പരിഗണിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീം ഇന്ത്യയുടെ 15-അംഗ സ്ക്വാഡിനെ പരിഗണിക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, SSC ജയ്സ്വാൾ, KL രാഹുൽ, ഋഷഭ് പന്ത് അല്ലെങ്കിൽ സഞ്ജു സാംസൺ, ഹർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ അല്ലെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ, കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ്, അർഷ്ദീപ് സിംഗ് എന്നിവരായിരിക്കും ഈ സ്ക്വാഡിൽ ഉണ്ടായിരിക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.